ഹരേ കൃഷ്ണ. മഹാഭാരതത്തിലെ കഥകളാണ് ഞാനിവിടെ പറയുന്നത്. ചന്ദ്രവംശത്തിൽ ജനിച്ച 2 കുമാരന്മാരായിരുന്നു ധൃതരാഷ്ട്രരും പാണ്ഡവും. പ്രസിദ്ധനായ വേദവ്യാസ മഹർഷിയായിരുന്നു അവരുടെ പിതാവ്. മഹർഷിക്ക് അംബികയിൽ ജനിച്ച പുത്രനാണ് ധൃതരാഷ്ട്രൻ. അദ്ദേഹം ജന്മനാന്ധനായിരുന്നു. രണ്ടാമത്തെ ഭാര്യയായ അംബാലികയ്ക്ക് പിറന്ന പുത്രനാണ് പാണ്ഡു. ജനിച്ചപ്പോൾ തന്നെ വെള്ള പാണ്ടുണ്ടായിരുന്നതിനാൽ കുട്ടിക്ക് പാണ്ഡു എന്ന് നാമകരണം ചെയ്തു. കഷ്ടമല്ലാതെ എന്തു പറയാം. ഒരാൾ കണ്ണുപൊട്ടനും മറ്റേയാൾ പാണ്ഡുരോഗിയും. 2 പുത്രന്മാരുണ്ടായിട്ടും രാജ്യം അനാഥമാകുമല്ലോ എന്നോർത്തു വേദവ്യാസൻ്റെ അമ്മ സത്യവതി ദുഃഖത്തിലാണ്ടു. അമ്മ വീണ്ടും വ്യാസനെ നിർബന്ധിച്ച് അംബികയുടെ കൊട്ടാരത്തിലേക്ക് അയച്ചു. യോഗ്യനായ ഒരു പുത്രനുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. അപ്പോഴേക്കും 2 വർഷം പിന്നിട്ട് കഴിഞ്ഞിരുന്നു. വ്യാസൻ്റെ വരവ് അംബികയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അവൾ ദാസിയെ മഹർഷിയുടെ അടുക്കലേക്ക് പറഞ്ഞു വിട്ടു. അവൾ മഹർഷിയിൽ നിന്ന് ഗർഭം ധരിച്ചു. അവൾക്ക് ജനിച്ച പുത്രൻ ധർമ്മിഷ്ഠനും യോഗ്യനുമായിരുന്നു. എല്ലാം ഈശ്വരേച്ഛയായിരിക്കാം. സത്യവതി അങ്ങനെ സമാധാനിച്ചു. ദാസിയുടെ മകന് വിതുരർ എന്ന് പേരിട്ട്. വല്യച്ഛനായ ഭീഷ്മർ ആചാര്യന്മാരെ വരുത്തി കുട്ടികൾക്ക് വിദ്യ അഭ്യസിച്ചു. ജ്യേഷ്ഠൻ അന്ധനായതിനാൽ രാജ്യഭാരം അനുജനെ ഏൽപ്പിച്ചു. ഗാന്ധാര രാജാവിൻ്റെ മകളായ ഗാന്ധാരിയെ ധൃതരാഷ്ട്രരും കുന്തിഭോജൻ്റെ വളർത്തുപുത്രിയായ കുന്തിയെ പാണ്ഡു വിവാഹം ചെയ്തു. പാണ്ഡു മാദ്ര രാജാവിൻ്റെ പുത്രിയായ മാദ്രിയെ രണ്ടാമത് വേട്ടു. ഐശ്വര്യത്തോടും ക്ഷേമത്തോടും പാണ്ഡു രാജാവ് നാടുവാണു. വല്യച്ഛൻ്റെ ഉപദേശം സ്വീകരിച്ച് ദിക്കുകൾ ജയിച്ച് രാജ്യത്തിൽ വിസ്തൃതി വർദ്ധിപ്പിച്ചു. 2 രാജാക്കന്മാരെയും സേവിച്ചുകൊണ്ട് വിതുരർ കഴിഞ്ഞുകൂടി. ഹരേ കൃഷ്ണ. ബാക്കി അടുത്ത ഭാഗത്തിൽ.